സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ജയ്പൂരാണ്. ജയ്പൂര് ഏതൊരു ബസാറിലാണ്. എന്താണ് ബസാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വരും, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു ഷോപ്പിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഈ ബസാർ. ഇവിടെ കൂടുതൽ എന്താണ് പറയുക, ഓർണമെൻറ്റ്സും കല്യാണ കാര്യങ്ങളും സാധനങ്ങൾ, ചെരുപ്പ്, കോലാപ്പുരി, രാജസ്ഥാൻ്റെ തനിമയായിട്ടുള്ള സാധനങ്ങളും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന സ്ഥലമാണ്. കണ്ടോ, ചുറ്റിലും മൊത്തം കടകളാണ്. ഇപ്പം കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ചെരുപ്പ് കട. ഈ മാർക്കറ്റിന്റെ പേരെന്താണ്? ബാബുവാ, ബാപ്പു ബസാർ അങ്ങനെ കണ്ടാണ്. കുറച്ച് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. भैया ये मार्केट का बापू बाजार, बापू बाजार ना ये कितने भैया? 1800 रुपये, 1200, 1800, 1800, 1800, 800, 1800. अच्छा. हाँ. ठीक है. नहीं ऐसे ही पूछ रहा था. जी केरला के. हाँ, അങ്ങനെ ഒരുപാട് കാഴ്ചകളും നല്ല കിടിലൻ കാഴ്ചകളാണ്. ഇപ്പോൾ ഇപ്പം 5:30 ആയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നൈസ് ക്ലൈമറ്റ്, ചെറിയൊരു തണുപ്പ്, സൺസെറ്റ്, അതിൻ്റെ ഒരു ഷെയ്ഡ് കാര്യങ്ങളെല്ലാം കാണാം. എന്തേ, ഇതാണ് സ്ട്രീറ്റ്, മൊത്തം സ്ട്രീറ്റ് ഇതാണ്. ഈ സ്ട്രീറ്റ് മൊത്തം അറ്റം ഇതുപോലെ ഓരോരോ കടകളാണ്. മൊത്തം ഓരോരോ സെക്ഷനായിരിക്കും. ഇതിപ്പോൾ ജ്വല്ലറിയുടെ സെക്ഷൻ ആണെങ്കിൽ ജ്വല്ലറി മാത്രമായിരിക്കും, ഡ്രസ്സിൻ്റെ സെക്ഷൻ ആണെങ്കിൽ ഡ്രസ്സിൻ്റെ സെക്ഷനായിരിക്കും. അതുപോലെ ഒരുപാടുണ്ട്. അപ്പോൾ ഉമ്മച്ചി എന്തൊക്കെയോ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങോട്ടാ പോണേന്ന് ഒരു പിടുത്തവും ഇല്ല. അങ്ങോട്ട് നടക്കുക. ഇവിടെ ഒരുപാട് ഗോൽഗപ്പയും പാനിപ്പൂരിയും എല്ലാം അവൈലബിൾ ആണ്. ഞാനേ ഖായ ഭായി പേട് ഭർ ഒന്നും നോക്കണില്ലേ? അപ്പോൾ ജയ്പൂർ വരുന്നവർ ഈ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ എന്താണ് ബാപ്പ ബസാർ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ബാപ്പു ബസാർ, അതാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടുന്ന് നോക്കിപ്പോയില്ലെങ്കിൽ വഴി തെറ്റും, അവരുടെ ഒപ്പം നടക്കണം. ഒരുപാട് കോലാപ്പൂരി, ലെതർ ഐറ്റംസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന കടയാണത്. എന്നാ കരിമ്പ് കുടിക്കണോ? കരിമ്പ് ജ്യൂസ് കുടിക്കാനാ? കരിമ്പ് വേണോ? ഇവിടെയുള്ള ഓരോ കടകളും എന്താണ് നമ്പർ വൈസാണ്. 60, 59 എല്ലാ കടകൾക്കും ഓരോ നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താണ് ഈ ബിൽഡിംഗ് എല്ലാം ഒരേ കണക്കായിരിക്കണം. സെയിം ഒരേ കണക്കാണ് ബിൽഡിംഗ് ഇരിക്കുന്നത്. അപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ആ കടകളുടെ പേരും അതിൻ്റെ ഒപ്പം തന്നെ നമ്പറും ഉണ്ടാവും. ഇതുപോലെ ഡിസൈൻ, PVT, ഇത് ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഓൺലൈനിൽ കാണുന്ന സാധനങ്ങൾ മൊത്തം വന്നത്. മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുമല്ലോ ഇത്ര റേറ്റ് കുറച്ച് ഇന്ന പോലെ സാധനങ്ങൾ. അതെല്ലാം ഇവിടെ നിന്നാണ്. ഇവിടെ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്, എല്ലാം ഉണ്ട് പരിപാടി. ഇത് പറയുന്നത് ഇവിടെ സെലക്ഷൻ പോരുന്നത്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒരു റിക്ഷ എടുത്ത് ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നത്. എന്താണ് ഈ സ്ഥലത്തിന്റെ ഈ മാർക്കറ്റിൽ നിന്ന് 2.5 കിലോമീറ്റർ. ചാന്ദ്പൂറാ. അല്ല, ചാന്ദ്പൂർ എന്നല്ല ഭായി, ചാന്ദ്പൂർ. 70 രൂപയാണ് ഓട്ടോക്കൂലി. അപ്പോൾ അവിടെ കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിലും കുറേ കളക്ഷൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, പോയി നോക്കണം. നോക്കി കഴിഞ്ഞ് കൈയും കാലും വെച്ചില്ലെങ്കിൽ ഫോൺ അടക്കം റോട്ടിൽ കിടക്കും. അതൊക്കെ എങ്ങനെയുണ്ട് ഉമ്മ? ചുറ്റി നല്ല അടിപൊളി കടകളാണ്. आगे रास्ते में है ना ATM कोई कुछ है तो रुकना, थोड़ा पैसा लेना है ATM से, ठीक है. ഇവിടെ എല്ലാം ഒരേ തരത്തിന്
ഒരേ കണക്ക് തോന്നുന്ന ബിൽഡിങ്ങാണ് മൊത്തം ചുറ്റിനും. അതുകൊണ്ട് ഓരോ കടകളും ബിൽഡിങ്ങും ഒരേ കണക്കിന്. ഇവിടെ ഓപ്പോസിറ്റും അങ്ങനെ തന്നെ കണ്ടില്ലേ? അല്ല, ഈ സിറ്റിക്ക് ഒറ്റ കളറാണ്. അതായത് ഈ ഒരു സ്ട്രീറ്റിന് ജയ്പൂർ ഈ ഒരു ഭാഗത്തിൽ മൊത്തം ഒറ്റ കളർ ബിൽഡിങ്, ഒറ്റ കളറാണ് എല്ലാത്തിനും, ബിൽഡിങ്ങിന് എല്ലാത്തിനും. നല്ല രസമുണ്ട്. ഇവിടെ 5:30-6 മണി ആയി കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. അതുകൊണ്ടില്ല, വെറും 6 മണി ആവുന്നേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴാണ് ഒന്ന് നീങ്ങി തുടങ്ങിയത്. വെറും 2 കിലോമീറ്റർ പോകാൻ വേണ്ടി അരമണിക്കൂർ പുറത്താണ് ഇപ്പോൾ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട്. ഒരു അരമണിക്കൂർ നീണ്ട ബ്ലോക്കിന് ശേഷം ഞങ്ങൾ ചാന്ദ്പൂർ മാർക്കറ്റിൽ നിന്ന് എത്തി. അവിടുത്തെ മാർക്കറ്റിൽ കളക്ഷൻ കുറവാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഇനി ഇവിടുത്തെ എന്താവുന്ന ആർക്കറിയാമെന്ന് കണ്ടറിയാം നമുക്ക്. ഇവിടെയും ഒരുപാട് സ്ട്രീറ്റ് കുറച്ചും കൂടി ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടുമെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. കണ്ടില്ലേ, കുറേ വിൻ്റർ ക്ലോത്ത്സും കാര്യങ്ങളൊന്നും, ബെഡ്ഷീറ്റ്, പുതപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു സൈഡിൽ ഭയങ്കര ബ്ലോക്കുമാണ്. പയ്യെ ഫ്രണ്ടിലേക്ക് നീങ്ങണേ, എന്താവുമെന്ന് നോക്കിയിട്ട് ബാക്കി പറയാം. ഭയങ്കര ഒച്ചയാണ്, ചിലപ്പോൾ ഒച്ച ക്ലിയർ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അതാണ് പരസ്യമായിട്ടുള്ള ശൗചാലയം, അല്ലെങ്കിൽ ഇവിടുത്തെ ടോയ്ലറ്റ്. ഇവിടെ ചെരുപ്പുകൾ മാത്രം കൂടുതലുണ്ട് ഈ ഒരു സ്ട്രീറ്റിൽ. പ്ലൈവുഡിൻ്റെ ഒരു കടകൾ, വലിയ വലിയ കടകളാവുന്നു. മൊത്തം പ്ലൈവുഡ്, കുറച്ച് പ്ലൈവുഡ് ഭാഗമാണ്. ഇത്രയും കടകളാണ് പ്ലൈവുഡിൻ്റെ. ബാക്കി അങ്ങോട്ട് കല്യാണ ഡ്രസ്സുകൾ, ചുരിദാർ, ലെഹങ്ക, അങ്ങനെ പല പല ഐറ്റംസും ഇവിടെ കിട്ടും. കണ്ടില്ലേ, 650, 700, 400, 250, അങ്ങനെ പല റേറ്റിലുള്ള സാധനങ്ങളുണ്ട്. ഇതുപോലെ കുറേ വള, മാല കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ജ്വല്ലറി സെക്ഷൻ ആയിരുന്നു. ഈ ഫ്രണ്ടിലേക്ക് മൊത്തം ജ്വല്ലറി സെക്ഷനാണ്. കണ്ടില്ലേ, ജ്വല്ലറി അങ്ങനെ ചില കടകൾ. മൊത്തത്തിൽ നമ്മുടെ എറണാകുളത്തെ ബ്രോഡ്വേ സെറ്റപ്പ് പോലെയാണ്. പക്ഷെ കുറച്ചും കൂടി അവിടത്തേക്ക് കുറച്ചും കൂടി ചീപ്പാകുന്നതാണ് റേറ്റിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള ബിസിനസ്സിൻ്റെ കാര്യത്തിലും. ബിസിനസ്സൊക്കെ ഭയങ്കര ബിസിനസ്സാകും. ഒരുപാട് ഫോറിനേഴ്സ് തൊട്ട് ഒരുപാട് പലയിടത്തുനിന്നും മലയാളികൾ തൊട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഹോട്ടലാകുന്നു. ഇത് കണ്ടില്ലേ, വളകൾ മാത്രം, ജയ്പൂർ വളകൾ, ബെൽറ്റ് കാര്യങ്ങൾ, അതിനകത്ത് വളയാണ്. ഇത് മറ്റേ ഡിസൈനിങ് സംഭവങ്ങൾ. മൊത്തത്തിൽ ലേഡീസിന് പറ്റിയ കുറേ സാധനങ്ങൾ കൂടെയാണ്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും കുറേ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ബാഗുകൾ എല്ലാം ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന കടകളാണ് മൊത്തം. തൊട്ട് സൈഡിൽ വടി ഏരിയയിൽ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാഴ്ചകൾ, ജയ്പൂരിലെ കാഴ്ചകൾ, മാർക്കറ്റ് കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഞെക്കിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.